നമസ്കാരം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്നറിയില്ല, നമ്മുടെ കേരളത്തെക്കുറിച്ചൊരു വാർത്ത ദേശീയ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളം വരുന്ന നവംബർ 1 അതിദാരിദ്ര്യം തുടച്ചു നീക്കുന്ന ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനമായി മാറുകയാണ്. ഇതാണ് വാർത്ത. ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനം മാത്രമല്ല, ലോകത്തെ 2ാമത്തെ സ്ഥലമായി മാറുകയാണ്. അതായത് നവംബർ 1 കേരളം ഒരു ചരിത്രപരമായ വിപ്ലവകരമായ പ്രഖ്യാപനം നടത്തുകയാണ്. എങ്ങനെയാണ് കേരളം ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തുന്നത്? എന്താ ഇതിൻ്റെയൊക്കെ മാനദണ്ഡം? ഇതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും അറിയണം. കാരണം നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇതൊരു വാർത്തയെ ആക്കിയിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്ത് 5 വർഷത്തിനുള്ളിൽ അതിദാരിദ്ര്യം ഇല്ലാതാക്കുക, അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മുടെ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തുടങ്ങിയൊരു പദ്ധതിയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് നമുക്കറിയാം, രാജ്യത്തെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. 2023 ഏതാണ്ട് 0.55% മാത്രമായിരുന്നു ദരിദ്രരുടെ അളവായി നീതി ആയോഗ് തന്നെ കണ്ടെത്തിയത്. വേണമെങ്കിൽ ഒരു സർക്കാരിന് കണ്ടില്ല എന്ന് നടിക്കാവുന്ന ഒരു ചെറിയ ശതമാനമായിരുന്നു. ആ ചെറിയ ശതമാനത്തെ കൈപിടിച്ചുയർത്താനാണ് സർക്കാർ ഇങ്ങനെയൊരു തീരുമാനം എടുക്കുന്നത്. അതാണ് ഇപ്പോൾ ലോകത്തിൽ തന്നെ കേരളം ശ്രദ്ധാകേന്ദ്രമായി മാറുന്നതിലേക്ക് എത്തിയത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നത് ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനം ഏറ്റെടുത്ത് നടപ്പിലാക്കാത്ത ഒരു പദ്ധതിയാണ്. എന്തായാലും 2021 ഈ സർക്കാർ, അതായത് LDF സർക്കാരിന്റെ ആദ്യത്തെ മന്ത്രിസഭാ യോഗം ചേർന്നപ്പോൾ അവരെടുത്ത ആദ്യത്തെ തീരുമാനമായിരുന്നു അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് പറയുന്നത്. അങ്ങനെ 2021 ജൂലൈ മാസത്തിൽ സംസ്ഥാനത്ത് ആകെയുള്ള അതിദരിദ്രരെ കണ്ടെത്തുന്നതിനുള്ള അതിദാരിദ്ര്യ നിർണയ പ്രക്രിയ ആരംഭിച്ചു. സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള 64,006 കുടുംബങ്ങളിലായി 1,03,099 വ്യക്തികളെ സർക്കാർ കണ്ടെത്തി. പല ഘടകങ്ങൾ പരിശോധിച്ചായിരുന്നു ഇതൊക്കെ കണ്ടെത്തിയത്. ആരോഗ്യം, ആഹാരം, വാസസ്ഥലം, വരുമാനം ഇവയിലൊക്കെ പരിശോധന നടത്തിയിരുന്നു. പാളിച്ചുണ്ടാകാതിരിക്കാൻ ആദ്യം പൈലറ്റ് അടിസ്ഥാനത്തിൽ കേരളത്തെ തന്നെ 3 വ്യത്യസ്ത കോണുകളിൽ, അതായത് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി, അതായത് തൃശ്ശൂര്, അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത്, അതായത് തിരുവനന്തപുരം, തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത്, വയനാട് എന്നിങ്ങനെ 3 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് ആദ്യം നടപ്പാക്കിയത്. പിന്നെ ഈ പദ്ധതി സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും വ്യാപിപ്പിച്ചു. ഇതിനുവേണ്ടി ഖിലയുടെ നേതൃത്വത്തിൽ ഏകദേശം 4 ലക്ഷം പേർക്കാണ് സർക്കാർ പരിശീലനം നൽകിയത്. അങ്ങനെ ആദ്യം 1,18,309 കുടുംബങ്ങളുടെ ഒരു ഫസ്റ്റ് ലിസ്റ്റ് തയ്യാറാക്കി. അതിൽ നിന്ന് 87,158 കുടുംബങ്ങളുടെ ചെറിയൊരു ലിസ്റ്റ് തയ്യാറാക്കി. ഈ 87,158 കുടുംബങ്ങളുടെയും വിശദാംശങ്ങൾ അവരുടെ വീടുകൾ സന്ദർശിച്ച് ശേഖരിച്ചു. ഇതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനും പരിശീലനം ലഭിച്ച വോളണ്ടിയർമാരുടെ ഒക്കെ ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ശേഖരിച്ച വിവരങ്ങളുടെ 20% പ്രത്യേക ഉദ്യോഗസ്ഥരെ വെച്ച് സൂപ്പർ ചെക്ക് നടത്തി 73,747 കുടുംബങ്ങളുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കി, പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കി. ഇങ്ങനെ തയ്യാറാക്കിയ പട്ടിക അതത് വാർഡ് സഭകളിൽ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കി അർഹതയില്ലാത്തവരെ മുഴുവൻ ഒഴിവാക്കി അംഗീകാരം വാങ്ങിയ ശേഷം തദ്ദേശ സ്ഥാപന തലത്തിൽ അംഗീകാരം നൽകി 1,03,099 വ്യക്തികൾ ഉൾപ്പെടുന്ന 64,006 അതിദരിദ്ര കുടുംബങ്ങളുടെ ഫൈനൽ പട്ടിക പ്രസിദ്ധീകരിക്കുകയായിരുന്നു. അങ്ങനെ കണ്ടെത്തിയ കുടുംബങ്ങളിൽ 4,421 പേർ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷെ മരണം വരെ അവർക്ക് ആവശ്യമുള്ള സേവനങ്ങളെല്ലാം സർക്കാർ ഉറപ്പുവരുത്തിയിരുന്നു. ഇനി ഈ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? അതിദരിദ്രരുടെ പട്ടികയിൽ നിന്ന് മാറ്റാൻ വേണ്ടി അടിസ്ഥാന രേഖകൾ പോലുമില്ലാത്ത അതിദരിദ്രർക്ക് 21,263 അടിയന്തരമായി ലഭിക്കേണ്ട സേവനങ്ങളും അടിസ്ഥാന രേഖകൾ നൽകി. ഇതിൽ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടായിരുന്നു, ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടായിരുന്നു, ആധാർ കാർഡ് ഉണ്ടായിരുന്നു, റേഷൻ കാർഡുകൾ ഉണ്ടായിരുന്നു, മഹാത്മാഗാന്ധിയുടെ NRIGS തൊഴിൽ കാർഡുകൾ ഉണ്ടായിരുന്നു, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉണ്ടായിരുന്നു, ബാങ്ക് അക്കൗണ്ടുകൾ, കുടുംബശ്രീ അംഗത്വം, ഭിന്നശേഷിക്കാർക്കുള്ള തിരിച്ചറിയൽ കാർഡുകൾ, ഗ്യാസ് കണക്ഷൻ, വീടിന്റെ വയറിങ്, പ്രോപ്പർട്ടി സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ജെൻഡർ കാർഡുകൾ ഇവയൊക്കെ ഉണ്ടായിരുന്നു. ഇനി കുടുംബത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഭക്ഷണവും ചികിത്സയും ഉറപ്പുവരുത്തുന്നതിനാണ് സർക്കാർ ആദ്യം പരിഗണന നൽകിയത്. പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് നേരിടുന്ന വ്യക്തികൾക്ക് ചികിത്സയും മരുന്നും നൽകി. വരുമാനമില്ലാതെ കഷ്ടത അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വരുമാനദായക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകി. ചിലരെ സേഫായി ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു. വീട് വേണ്ടവർക്ക് വീടും ഭൂമി വേണ്ടവർക്ക് ഭൂമിയും നൽകി. വീടിന്റെ റിനോവേഷൻ വേണ്ടവർക്ക് അതും ചെയ്തു കൊടുത്തു. അതിദരിദ്രർക്ക് വസ്തു വാങ്ങുന്നതിനും സംഭാവന സ്വീകരിക്കുന്നതിനുമായി ഭൂമിയുടെ കാര്യത്തിലും സ്റ്റാമ്പ് ഡ്യൂട്ടി ഒഴിവാക്കി നൽകി. കുട്ടികളുടെ ആവശ്യകതകൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക ശ്രദ്ധ നൽകി. 331 കുടുംബങ്ങൾക്ക് KSEB കണക്ഷൻസ് നൽകി. ഇനി കേരള വാട്ടർ അതോറിറ്റി 823 കുടുംബങ്ങൾക്ക് കണക്ഷൻ നൽകി. 1,181 കുടുംബങ്ങൾക്ക് ടോയ്ലറ്റ് സൗകര്യവും 20 കുടുംബങ്ങൾക്ക് മാലിന്യ നിർമ്മാർജ്ജന സൗകര്യവും നൽകി. ഇനി ഈ പദ്ധതികൾക്കൊക്കെ ചെലവായ തുകയുടെ ഏകദേശ കണക്കെന്ന് പറയുന്നത് ഏതാണ്ട് 1,000 കോടി രൂപയിലധികം വരും. അങ്ങനെ അതിജീവനത്തിന് വേണ്ട അടിസ്ഥാന ആവശ്യങ്ങൾ പോലും കഴിയാതെ അതിജീവനം തന്നെ പ്രതിസന്ധിയിലായ വിഭാഗമാണ് ഈ അതിദരിദ്രർ എന്ന് പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് മുമ്പ് നടപ്പിലാക്കിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളിലൊക്കെ ഒഴിവായി പോയവരും വിവിധ കാരണങ്ങൾ കൊണ്ട് നിലവിൽ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ പോലും ശേഷിയില്ലാത്തവരും നമ്മുടെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ പോലും പെടാതെ അതിതീവ്ര ദാരിദ്ര്യം അനുഭവിക്കുകയും അദൃശ്യരായി കഴിയുകയും ചെയ്തവരെ കണ്ടെത്തി അവരെ പദ്ധതിയുടെ ഭാഗമാക്കി എന്നതാണ് ഈ പദ്ധതിയുടെ മഹത്വം.
കേരളം എന്ന് പറയുന്നത് ഒരു ചെറിയ തുരുത്താണ്. ആ ചെറിയ തുരുത്തിലാണ് ഇടതുപക്ഷ സർക്കാർ അതിദാരിദ്ര്യം തുടച്ചു നീക്കാൻ വേണ്ട പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോയത്. ഇത് വെറും പ്രഖ്യാപനമായിരുന്നില്ല. കൃത്യമായ മുന്നൊരുക്കങ്ങളോടെ കണ്ടെത്തിയ 64,000 കുടുംബങ്ങളുടെ വയറെരിയില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് സർക്കാർ മുന്നോട്ട് പോയത്. ഒരുപക്ഷെ രണ്ടാം ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ ഓർമ്മിക്കാൻ പോകുന്നത് വിശപ്പിനെതിരെ നടത്തിയ ഈ പോരാട്ടത്തിന്റെ പേരിലായിരിക്കും. എന്തുകൊണ്ട് ഇടതുപക്ഷം എന്ന് പലരും ചോദിക്കാറുണ്ട്. ആ ചോദ്യത്തിന് ഈ ഒരൊറ്റ ഉത്തരം ധാരാളമാണ്.